ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഇതാണ് എൻ്റെ കാറാണ് ഗായ്സ്. എങ്ങനെയുണ്ട് ഗായ്സ് ഈ കാറ്? നിസാൻ GTR അല്ലേ? ഇത് നിസാൻ GTR ആണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എന്തിനാണ് ഞാൻ പിങ്ക് കളർ അടിച്ചെന്നല്ലേ? എൻ്റെ കാറല്ല ഗായ്സ്, ഇത് ഞാൻ ഒരുത്തൻ്റെ നിന്ന് വാങ്ങിച്ചതാണ്. കാർ സെയിൽസ് നിന്ന് കിട്ടിയതാണ് ഗായ്സ്. അപ്പോൾ ഇത് ഭയങ്കര ലോവർ ചെയ്തൊരു വണ്ടിയാണ് ഗായ്സ്. അപ്പം ഞാൻ നമ്മുടെ സഞ്ജു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെ ഒന്ന് ലോവറൊക്കെ മാറ്റണം, കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ അണ്ണൻ ചെയ്തോളൂ. അപ്പം ഞാനാണ് ഇവിടെ വന്നത്. അണ്ണനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഗൈസ്. അണ്ണനെ കണ്ടു ഗൈസ്. അപ്പം അണ്ണൻ പറഞ്ഞു വിളിക്കാമെന്ന്. ഇപ്പം ഞാൻ വീട്ടിൽ പോയി ഉറങ്ങട്ടെ ഗൈസ്. ബസ് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പം ഗൈസ്, നമ്മുടെ വണ്ടി സെറ്റാക്കി എന്നാണ് അണ്ണൻ പറഞ്ഞത്. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അടിപൊളിയാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഗ്രീൻ കളർ കൊള്ളാമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അണ്ണനെ നോക്കിയിട്ട് വരാം ഗൈസ്. അണ്ണനെ ഒന്നും കാണാനില്ലല്ലോ ഇവിടെ. ഈ അണ്ണൻ ഇവിടെ പോയി കിടക്കണ ഗൈസ്? നമുക്കൊന്ന് ഫോണിൽ വിളിച്ചു നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ അണ്ണനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അണ്ണ എവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ വണ്ടിക്കകത്തുണ്ടായിരുന്നടാ. ഞാൻ വണ്ടിക്കകത്ത് കുറച്ച് റിപ്പയറിംഗ് വർക്കും ഡെക്കറേഷൻ പരിപാടിയൊക്കെ ആയിരുന്നു. ഓക്കെ, ആ സൈഡിൽ നിൽക്കുന്നത് ആരാണ്? അതിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവളാണ് പെയിന്റിങ് വർക്കൊക്കെ ചെയ്യുന്നത്. ഈ കാറ് പെയിന്റ് ചെയ്ത ആളാണ്. ആ വണ്ടി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടാ. ഇതിൽ കുറച്ച് വർക്കും കൂടെ എനിക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. ഇപ്പൊ പൈസ ഒന്നുമില്ല, ഞാൻ പിന്നെ കൊണ്ടുവരാം കേട്ടാ അണ്ണ. ഓക്കെ, പോയിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഗായ്സ്, അണ്ണൻ നമ്മുടെ വണ്ടി സൂപ്പറാക്കി തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഈ ഒരു കളർ ആയിരിക്കുമെന്ന്. കളറൊക്കെ മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സൂപ്പർ ഇന്റീരിയർ ആണല്ലേ ഗൈസ്. ഞാൻ ഇന്നാണ് കാണുന്നത്, ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. നല്ല ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്കിപ്പം നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിൽ പോയിട്ട് വേണം കുറച്ച് ഉറങ്ങാൻ. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുറക്കമില്ലായിരുന്നു ഗൈസ്. അത്യാവശ്യം സ്പീഡുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതിൽ V8 എഞ്ചിൻ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മുടെ BMW V10 ആയിരുന്നു. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ ഗൈസ്, വീട്ടിലെത്തി. ഈ വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോകണം, സ്ക്രാച്ചൊന്നും പറ്റാൻ പാടില്ല. സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ ഇന്ന് പണി പാളും. അപ്പം നമുക്ക് തണലോട്ടത്തൊന്നു ഇതൊക്കെ റിവേഴ്സ് എടുക്കാമല്ലേ? നല്ല ലുക്കുണ്ട് ഗൈസ്. നമുക്കിനി അലോയും കൂടെ ഒന്ന് മാറ്റണം. ഇപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. എന്തായാലും ഗൈസ്, നമ്മൾ വണ്ടി സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ദിവസം അടുത്ത വീഡിയോയിലൊന്നും ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണിക്കാൻ ഈ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ട്. ഒരു വരവുണ്ട് ഗൈസ്. അവൻ കാണുമ്പോൾ ഞെട്ടും. എന്തായാലും അവൻ്റെ എക്സ്പ്രഷൻ നമുക്ക് അപ്പോഴും നോക്കാം ഗൈസ്. ഗേറ്റ് അടച്ചില്ല, ഗേറ്റ് അടച്ചിട്ട് ഇപ്പോൾ വരാം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി ഈ വീഡിയോ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.